നമസ്തേ. ഞാൻ ഈ അടുത്ത കാലത്ത്, അതായത് 2 ദിവസം മുമ്പേ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. ആ ഷോർട്ട് ഫിലിമിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ജസീന്ത മോറിസാണ് കഥ, തിരക്കഥ, പിന്നെ സംഭാഷണം, ഡയറക്ഷൻ ആൻഡ് പ്രൊഡ്യൂസർ. അവർ കഥ എഴുതിയപ്പോൾ തന്നെ എന്നെ വിളിച്ചു. എന്നോട് ചോദിച്ചു, ഇങ്ങനെ മുത്തശ്ശിയായിട്ട് ഒരു വളരെ അസുഖം വന്ന് കിടപ്പിലായിട്ടുള്ള 4 തലമുറ കാണിക്കുന്നുണ്ട്. ഒരു പേരക്കുട്ടിയുടെയും കൊച്ചിനെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു. ഞാൻ പോകുന്നു, അഭിനയിക്കുന്നു, വരുന്നു. പക്ഷേ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഏകദേശം 10, 50, 60ഓളം പേരുണ്ടെന്നാണ് എൻ്റെ ഒരു ചെറിയ നിഗമനം. ഞാൻ ചോദിച്ചിട്ടില്ല. എന്നാൽ ഇവരെല്ലാവരും ലോകത്തിൽ അറിയപ്പെടുന്ന വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണെന്നുള്ളതാണ്. അതായത് എഴുത്തുകാരുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വന്നത് യഥാർത്ഥ മേക്കപ്പ് തന്നെ ചെയ്യുന്ന ആളാണ്. ക്യാമറാമാൻ എന്ന് പറയുന്നത് ഒരു ശരിക്ക് ക്യാമറ ചെയ്യുന്ന, അങ്ങനെ ഓരോരുത്തരും അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും ജീവിതത്തിൽ അവരത് തന്നെ ആയിരുന്നവരാണ് വന്നത്. പിന്നെ എനിക്കറിയാവുന്ന പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരും അല്ലാതെ അതിലപ്പുറമുള്ള ആൾക്കാർ, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം എല്ലാ പേരുകളും പറഞ്ഞു വരുമ്പം ചില പേരുകൾ എനിക്ക് മറന്നു പോയാൽ അതൊരു വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണ് എല്ലാവരും വളരെ പ്രഗത്ഭരായ ആൾക്കാരാണ് ഒരു സീനിലും 2 സീനിലും അര സീനിലൊക്കെ അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അത് തന്നെ ജസീന്തയുടെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അവരെല്ലാവരും വളരെ കാര്യമായിട്ട് തന്നെ വന്ന് അവർക്ക് കിട്ടിയിരിക്കുന്ന ഓരോ ക്യാരക്ടറും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ട് പോയി എന്നും ഞാൻ അറിയാൻ പറ്റി. എനിക്കും കിട്ടിയത്, ഞാൻ പറഞ്ഞല്ലേ, ഒരു മുത്തശ്ശിയുടെ വേഷമാണ്. എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാനും അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ നമുക്കത് കാണാം എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ജസീന്തയ്ക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ അവരുടെ ഹൃദയത്തിൽ വളരെയധികം വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ഒരു സംഭവം സൂക്ഷിച്ചു വെച്ചതാണ്. ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ അവരത് സക്സസ്സായി തന്നെ എഴുതിയിട്ടുണ്ട്. അതെല്ലാവരും കാണണം. ജസീന്ത ഭാവിയിൽ ഒരു നല്ല വനിതാ ഡയറക്ടറായിട്ട് വരട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഓൾ ടീം എല്ലാവർക്കും, ആദ്യമായിട്ട് അഭിനയിച്ചവർ, അല്ലാത്തവർ, ഇപ്പോൾ അഭിനയിച്ചവർ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആശംസകളും നേരുന്നു. ഇതൊരു വലിയ എന്താ പറയുക, കൗതുകമുള്ള കാണാൻ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യകതയുള്ളൊരു സിനിമ തന്നെയാണിത്. അതങ്ങനെ തന്നെ ആകട്ടെ. അതൊരു വലിയ വിജയമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്തേ.